ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ മണിക്കൂറിൽ ഈശോയോട് കൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ മണിക്കൂറിൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങളും രൂപാന്തരീകരണവും വരുത്തുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ഈശോയോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും സ്വർഗ്ഗത്തിലെ വിശുദ്ധരും നമ്മളോടൊപ്പം ഇപ്പോൾ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുന്ന കാര്യം ഇതാണ്: എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിച്ച് അനേകരെ രക്ഷയിലേക്ക് നയിക്കാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായം 16 വാക്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വചനമുണ്ട്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. പോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ. നമ്മൾ വളരെയേറെ ജാഗ്രത കാണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഒട്ടും സമയം കളയാതെ പൂർണ്ണമായും സമയം പ്രയോജനപ്പെടുത്തുവാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പോഷന്മാരാകരുത്, നമ്മൾ ഈ ലോകത്തിലെ പോഷന്മാരായിട്ട് മാറരുത്. കർത്താവിൻ്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ. കർത്താവിൻ്റെ അഭിഷ്ടം, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് ഈശോ നമ്മളോട് വചനത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ വിശുദ്ധിയും പ്രാർത്ഥനയും പോലെ ഈ ഭൂമിയിൽ ശക്തിയുള്ളതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. വിശുദ്ധിയും പ്രാർത്ഥനയും പോലെ ഈ ലോകത്തിൽ ശക്തിയുള്ളതായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 22 അധ്യായം 30 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. വേദനാജനകമായ ഒരു വാക്കാണത്. കർത്താവ് അന്വേഷിക്കുകയാണ്. ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന അനേകം സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല എന്നാണ് പ്രവാചകനിലൂടെ പറയുന്നത്. പ്രവാചകനിലൂടെ ദൈവം ഇവിടെ ചോദിക്കുകയാണ്, ആരെയും കണ്ടില്ല. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ കാണണ്ടേ? നമ്മളെ ഓരോരുത്തരെയും കണ്ട് കർത്താവിന് സന്തോഷം തോന്നേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നയിക്കപ്പെടുകയാണ്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റ് കർത്താവിൻ്റെ ഹിതമന്വേഷിച്ച് ആ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ 1 മിനിറ്റും 1 സെക്കൻഡും 1 മണിക്കൂറും വെറുതെ കളയാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ മണിക്കൂറുകൾ മുട്ടുകുത്തി നിൽക്കണം,
അല്ലെങ്കിൽ കൈവിരിച്ച് പിടിക്കണം, കൊന്ത ചെല്ലണം, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് സമയം ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? പലരും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ജോലിയാണ്, ഓട്ടമാണ്, അതുകൊണ്ട് ഇതിനിടയിൽ പ്രാർത്ഥന എങ്ങനെ നടക്കും? പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ സമയങ്ങളും പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അനേകം വിശുദ്ധരുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം. നമുക്കറിയാം, വിശുദ്ധ പൗസ്റ്റീനയെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിശുദ്ധയാണ്. പ്രത്യേകിച്ചും ഈ കരുണയുടെ പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കരുണയുടെ ഈശോയെ നമ്മൾ കാണാറുണ്ട്, കരുണ കൊന്ത നമ്മൾ ചെല്ലാറുണ്ട്. ഇതെല്ലാം ലോകത്തിന് നൽകിയത് വിശുദ്ധ പൗസ്റ്റീനയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ വിശുദ്ധ പൗസ്റ്റീനയുടെ ജീവിതത്തിൽ വിശുദ്ധ പൗസ്റ്റീന തൻ്റെ ജീവിതം മറുവിലയായി കൊടുത്ത് പോളണ്ടിനെ നേടിയെടുത്തതാണ് എന്ന് നമുക്കൊക്കെ അറിയാമായിരിക്കും. തൻ്റെ ജീവിതം കൊടുത്തിട്ട് പോളണ്ടിനെ നേടിയെടുത്ത വിശുദ്ധയാണ് വിശുദ്ധ പൗസ്റ്റീന എന്ന് പറയുന്നത്. ആ പോളണ്ടിൽ നിന്ന് വിശുദ്ധ പൗസ്റ്റീനയ്ക്ക് ശേഷം വലിയ മഹാന്മാരായ വിശുദ്ധർ കടന്നു വന്നത് നമ്മൾ കാണുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിൽ നിന്ന് കടന്നു വന്നതാണ്. അപ്പോൾ മാക്സിമിലിയൻ കോൾബയെ പോലെയുള്ളവരെ പോളണ്ടിൽ നിന്ന് കടന്നു വന്നവരാണ്. മരിയ തെരേസയെ പോലെയുള്ളവരെ പോളണ്ടിൽ നിന്ന് കടന്നു വന്നവരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഊർജമായിട്ട് പ്രാർത്ഥനയായിട്ട് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത ഒരു കൊച്ചു കന്യാസ്ത്രീയുടെ ജീവിതം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതാണ് വിശുദ്ധ പൗസ്റ്റീന. വിശുദ്ധ പൗസ്റ്റീനയുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ പൗസ്റ്റീനയ്ക്ക് ചെയ്തിരുന്ന ജോലികൾ, അവർ തുന്നുന്ന കൂട്ടത്തിലായിരുന്നു, തുണി തുന്നുന്ന കൂട്ടത്തിലായിരുന്നു. തുണി തുന്നുമ്പോൾ ഓരോ സൂചി കൊണ്ടും ഓരോ തുന്നലെടുക്കുന്ന സമയത്ത് പൗസ്റ്റീന പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് എത്ര തുന്നലുകൾ ഞാൻ ഇടുന്നുവോ അത്രയും ആത്മാക്കളെ എനിക്ക് വേണം. അങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി ഓരോ തുന്നലുകളും നടത്തിയ വിശുദ്ധയാണ് വിശുദ്ധ പൗസ്റ്റീന. താൻ തുണി തുന്നിയാൽ, താൻ അടുക്കളയിൽ കയറിയാൽ, താൻ കൃഷിപ്പണി ചെയ്താൽ, താൻ ഭക്ഷണമൊരുക്കിയാൽ, കറിക്കരിഞ്ഞാൽ അതെല്ലാം ആത്മാക്കളുടെ രക്ഷയായിട്ട് ആത്മാക്കളുടെ നേടുന്നതിന് വേണ്ടി സമർപ്പിച്ച് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത വിശുദ്ധയാണ് വിശുദ്ധ പൗസ്റ്റീന. വിശുദ്ധ കൊച്ചുദർസിയ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ അമ്മ ത്രസിയ, അനേകം വിശുദ്ധരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതം പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തിയവരാണ് അവരോരോരുത്തരുമെന്ന് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. നമുക്കും എത്ര എളുപ്പത്തിൽ ഒരു ഭാരവുമില്ലാതെ അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് ഓർക്കണം. ഏതൊരു അമ്മയാണ്, ഏതൊരു സഹോദരിയാണ് അടുക്കളയിൽ കയറാത്തതായിട്ടുള്ളത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മുടെ പല അമ്മച്ചിമാരുടെയും ജീവിതം വളരെ തിരക്ക് പിടിച്ചതായിട്ട് രൂപാന്തരപ്പെടുന്നു. കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന നിമിഷം മുതൽ വീട്ടിലെ അടിച്ചു വാരുന്നത്, പുരയെല്ലാം അടിച്ച് തൂത്തുവാരുകയും മിറ്റമടിക്കുകയും വീട്ടിലെ മറ്റ് പണികൾ ചെയ്യുകയും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയും കറിക്കരിയുകയും തീ ഊതുകയും വിറകുണ്ടാക്കുകയും കൃഷിക്കാരാണെങ്കിൽ പറമ്പിൽ പണി ചെയ്യുകയും മറ്റനേകം കാര്യങ്ങളിൽ ഇടപെടുകയും പശുവിനെ കറക്കുകയും കുളിപ്പിക്കുകയും തീറ്റ കൊടുക്കുകയും അനേകം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, എന്തുമാത്രം ഒരു നിമിഷം പോലും വിശ്രമിക്കാനില്ലാതെ ജീവിതം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന സഹോദരിമാരാണ് നമ്മുടെ അധികം പേരും. ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഒരാത്മാവിൻ്റെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ അധ്വാനങ്ങളെല്ലാം പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടും. നമ്മുടെ അധ്വാനങ്ങൾ പ്രാർത്ഥനയാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ എന്തൊരു രസകരമായിട്ട് നമ്മുടെ അധ്വാനങ്ങൾ മാറും. നമ്മൾ കറിക്കരിയുമ്പോൾ ഇതാ ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ കറിക്കരിയാൻ തുടങ്ങുമ്പോൾ, നമ്മൾ കഞ്ഞി കലം തേച്ച് കഴുകുമ്പോൾ, നമ്മൾ അരി കഴുകി കഞ്ഞിക്കിടുമ്പോൾ ദൈവം ഇതാ ഓരോ ആത്മാക്കൾ
നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങുന്നുവെന്ന് പറയുമ്പോൾ, ഫൗസ്റ്റീന തുന്നിയപ്പോൾ തുന്നലിലൂടെ ആത്മാക്കൾ രക്ഷപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, സഹോദരനുള്ള സ്നേഹത്തെ പ്രതി, സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളൊരു ജോലി ചെയ്ത് ഈശോയെ ഇത് നിൻ്റെ കുരിശിനോട് ചേർത്ത് ഇന്ന ആത്മാവിൻ്റെ മാനസാന്തരത്തിൻ്റെ ഇന്ന കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നുള്ളതാണ് കാര്യം. അപ്പം നമ്മുടെ അധ്വാനങ്ങളൊന്നും വെറുതെയാകാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ അധ്വാനങ്ങളൊന്നും ഇനി വെറുതെ കളയാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്താലും അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നു. അങ്ങനെയൊരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ തന്നെയും അത് അനുഗ്രഹമായിട്ട് മാറും. ഇനി രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കിടപ്പ് രോഗികൾ അനേകം പേരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായി. കിടന്ന കിടപ്പിലാണ്, എഴുന്നേൽക്കാൻ പറ്റില്ല, മലമൂത്ര വിസർജനങ്ങൾ പോലും മറ്റുള്ളവരെടുക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന ചിലരോട് ഈ കിടപ്പ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വലിയ അത് മുഴുവൻ, അവരുടെ സഹനം മുഴുവൻ ഈശോയുടെ കുരിശിനോട് ചേർക്കാൻ, ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ നിങ്ങളുടെ ഈ കിടപ്പ് കൊണ്ട് കഴിയുമെന്ന് ആ വലിയ സത്യം അവർക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പം അവരുടെ ജീവിതത്തിൽ വലിയ പ്രകാശം പരന്നു. അന്ന് വരെ നിരാശയിൽ, സങ്കടത്തിൽ, ദുഃഖത്തിൽ ഒക്കെ കഴിഞ്ഞ പലർക്കും പ്രത്യാശ കടന്നു വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കടന്നു വരാൻ തുടങ്ങി. ഈ കിടപ്പ് പോലും എന്നെ വലിയ അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് ദൈവം തന്ന അനുഭവമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ആ സഹനം, ആ കിടപ്പിലുള്ള വേദനകൾ, അവിടെ കിടന്നുകൊണ്ട് അവരനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധത്തിലുള്ള അനുഭവങ്ങൾ, അതെല്ലാം പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താനായിട്ട് ഇന്ന് പലർക്കും കഴിയുന്നു. ആ പ്രാർത്ഥനയിലൂടെ അനേകരുടെ രക്ഷ അവർക്ക് സാധ്യമാക്കാനായിട്ട് പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഹനമൊന്നും വെറുതെ കളയാനുള്ളതല്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്, സഹിക്കുക എന്നാൽ പ്രാർത്ഥിക്കുക എന്നാണ്. സഹിക്കുക എന്നാൽ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ്റെ വേദനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ ദൈവത്തിനൊരു ബലിയായി സമർപ്പിച്ചുകൊണ്ടും സഹനങ്ങളുടെ മധ്യേ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ്. സഹനങ്ങളുടെ മധ്യേ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനോട് ഇതെല്ലാം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുമെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി നമ്മളോട് പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഒരു രോഗം ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവമായിട്ട് മാറണം. രോഗങ്ങളൊന്നും ഇനി നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല, തലവേദനകൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. വള്ളോപ്പള്ളി പിതാവ് ചിലപ്പോഴെങ്കിലും പറഞ്ഞിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, തലവേദന കൊണ്ടാണ് തലശ്ശേരി വളർന്നതെന്ന്. തലവേദന കൊണ്ട് തലശ്ശേരിയുടെ വളർച്ചയിലെ തലവേദനയ്ക്ക് പങ്കുണ്ട് എന്ന് പറയാറുണ്ട്. യേശുവേ പിതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. യേശുവേ പിതാവിൻ്റെ മധ്യസ്ഥയെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലവേദന അദ്ദേഹം മഠങ്ങളിൽ ചെല്ലുമ്പോൾ ന്യൂഷീറ്റിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സാകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു പോലും, നിങ്ങളുടെ തലവേദനയൊന്നും കളയരുത്, തലവേദനയെല്ലാം തലശ്ശേരിക്ക് തന്നേക്കണം. അങ്ങനെയുള്ള തലവേദന കൊണ്ട് തലശ്ശേരിയുടെ വളർച്ചയുടെ പിന്നിലുണ്ട് എന്ന് പറയാറുണ്ട്. ഈ തലവേദനകൾ നമ്മൾ വെറുതെ കളയാനുള്ളതല്ല, നമ്മുടെ വയറ്റുവേദനകൾ വെറുതെ കളയാനുള്ളതല്ല. നമുക്ക് കൈക്കും നടുവിനും മുട്ടിനുമൊക്കെ അനേകം പേർക്ക് വേദനകളാണ്. ഈ വേദനകളെല്ലാം വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ഈ വേദനകളെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടാകും. ഈ വേദനകൾക്ക് ഈശോയുടെ കുരിശിൻ്റെ വില വരും. കുരിശിൽ കിടന്ന് സഹിച്ച് ഈശോയുടെ വേദനകളുടെ വില തന്നെ ഈ വേദനകൾക്കുമുണ്ടാകും. ഇത് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈശോ എത്രമാത്രം കുരിശിലൂടെ നേടിയെടുത്തോ അതുപോലുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതവും വളരാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. കുരിശിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ. അതുകൊണ്ട് നമുക്കിനി വരുന്ന രോഗങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്, അത് പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത വഴി എന്ന് പറയുന്നത്.
അതുകൊണ്ട് ഏതെങ്കിലും കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേ നിലവിളിക്കാനോ അല്ലെങ്കിൽ കരച്ചിലുകൊണ്ട് നടക്കുവാനോ ഉള്ളവരല്ല ഒരു ക്രിസ്ത്യാനി. അതവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാക്കി മാറ്റി വലിയ നേട്ടം കൊയ്യാനായിട്ട് ഉള്ള ഒരു അവസരമാക്കി മാറ്റണം എന്നുള്ളതാണ്. ഒരവസരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ കുരിശിലെ പങ്കെടുക്കാൻ, ഈശോയുടെ കുരിശിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ ഒക്കെയുള്ള വലിയ അവസരം ദൈവം നമ്മുടെ മുൻപിലേക്ക് ഇട്ടുതരുന്നുവെന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമ്മൾ മാറ്റത്തിന് വിധേയരാകും. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെയേറെ ദൈവസ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വലിയ ദൈവസ്നേഹത്തോടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതെന്തെടുത്താലും ആ വലിയ ദൈവസ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണെങ്കിലും അത് വലിയ ഫലമുണ്ടാക്കും. വലിയ കാര്യം ദൈവസ്നേഹമില്ലാതെ ചെയ്യുന്നതിനേക്കാളും ചെറിയ കാര്യം വലിയ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രവൃത്തിയെ വലിപ്പമുള്ളതാക്കി തീർക്കുന്നത് പ്രവൃത്തിയുടെ വലിപ്പമല്ല, അതിന് പിന്നിൽ നാം ചെലുത്തുന്ന സ്നേഹശക്തിയാണ്. നമ്മൾ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മദർ തെരേസ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അനേകം പേരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ തക്ക വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. ഇനി വേറെ ചിലർ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില ചെറിയ ചെറിയ ത്യാഗങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ത്യാഗങ്ങൾ എടുത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കാനായിട്ട് ബോധപൂർവം ചെറിയ ത്യാഗങ്ങൾ, ഒരുപക്ഷെ വലിയ ഉപവാസങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തവരാണ് പലരും. പല പ്രശ്നങ്ങൾ കൊണ്ട്, പല രോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വലിയ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാറ്റിവെക്കാൻ കഴിയാത്തവർ. പക്ഷേ അങ്ങനെയുള്ള പലർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സദ്യയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഒരു സുഹൃത്തായ ഒരു ചേട്ടൻ അദ്ദേഹം പല കറികളും മാറ്റിവെക്കുകയാണ്. ഇഷ്ടമുള്ള പല കറികളും വേണ്ട എന്ന് പറഞ്ഞു വിടുകയാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കറികളൊന്നും കൂട്ടാത്തത്? ഇറച്ചി വേണ്ട, അല്ലെ കോഴിയിറച്ചി വേണ്ട, പോത്തിറച്ചി മതി, ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈശോയ്ക്ക് വേണ്ടി ചെറിയൊരു ത്യാഗം എടുക്കാമല്ലോ എന്നോർത്തിട്ടാണ്. ഒരാത്മാവിനെ രക്ഷിക്കാനായിട്ട് ഞാനൊരു ചെറിയ ത്യാഗം ആരും അറിയാതെ എടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ മീൻ വേണ്ട എന്ന് വെച്ചു എന്ന് മാത്രം, അല്ലെങ്കിൽ ഈ കോഴിയിറച്ചി വേണ്ട എന്ന് വെച്ചു എന്ന് മാത്രം. മറ്റിറച്ചികളൊക്കെ കൂട്ടുന്നുണ്ട്, മറ്റ് കറികളൊക്കെ കൂട്ടുന്നുണ്ട്. ഇതുപോലെ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇതാരും അറിയേണ്ട കാര്യമൊന്നുമല്ല. എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാനൊരു പ്രാവശ്യം ഉപ്പ് വേണ്ട എന്ന് വെച്ചു, ഞാനൊരു പ്രാവശ്യം മധുരം വേണ്ട എന്ന് വെച്ചു, ഞാനൊരു പ്രാവശ്യം 2-3 കൂട്ടം കറികൾ ഒന്നിച്ചു വന്നപ്പോൾ ഒരു കറി വേണ്ട എന്ന് വെച്ചു. ഈശോയുള്ള സ്നേഹത്തെ പ്രതി അതൊന്ന് മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ആത്മാവിന് നേട്ടമായി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ളൊരു ശക്തി എനിക്ക് ലഭിക്കാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ അനേകരുടെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയായിട്ട് അത് മാറുകയും ചെയ്തു. 2 കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. ചെറിയ ചെറിയ ത്യാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിലുള്ളൊരു ശക്തിയിലേക്ക് വളരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനേകം പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളെയും നമ്മൾ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്തൊരു രസകരമായ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. തിന്മയ്ക്ക് നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. എന്ത് വന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ട് മാറും. എനിക്കിനി രോഗം വന്നാൽ അത് പ്രാർത്ഥനയായിട്ട് മാറും. എനിക്കൊരു മനക്ലേശമുണ്ടായാൽ അത് പ്രാർത്ഥനയാക്കി ഞാൻ മാറ്റും. അല്ലെങ്കിൽ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഞാൻ ബോധപൂർവം എടുത്ത് അത് പ്രാർത്ഥനയാക്കി മാറ്റും. എൻ്റെ അധ്വാനങ്ങളൊന്നും ഞാൻ വെറുതെ കളയുകയില്ല. എൻ്റെ അധ്വാനങ്ങൾ ഞാൻ എന്തിന് വെറുതെ കളയണം? അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ
പ്രാർത്ഥനകളായിട്ട് രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. വേറെ ചില സഹോദരങ്ങൾ ഈ നാളുകളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. പ്രതികൂല അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച ബസ് വന്നില്ല, അല്ലെങ്കിൽ ആ ബസ് ഇല്ലാതെ പോയി. അരമണിക്കൂർ നിൽക്കേണ്ടതിന് 1 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു സഹോദരനോട് പറയുകയാണ്, ഈശോയ്ക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതെൻ്റെ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തുടങ്ങി. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഓഫീസിൽ ചെന്നപ്പോൾ അതെനിക്ക് വലിയ വേദനയുണ്ടാക്കി. പക്ഷേ പണ്ട് ഞാൻ പരിഭ്രമിക്കുമായിരുന്നു, നിരാശപ്പെടുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു, കോപിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കത് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാനതുകൊണ്ട് അത് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് തുടങ്ങുകയായി. അത് ഞാൻ ഈശോയുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ചു. ഈശോ അനുവദിച്ചതുകൊണ്ടതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോയുടെ ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കി, തീരുമാനമെടുത്തു. എന്നിട്ടത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഏത് അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഈ അനുഭവങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരനുഭവവും പിന്നെ എന്നെ പേടിപ്പിക്കുകയില്ല, ഒരനുഭവവും എന്നെ ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങുകയില്ല, ഒരനുഭവത്തിലും ഞാൻ അസ്വസ്ഥനായിട്ട് മാറുകയില്ല. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ നയിക്കാനായിട്ട് എന്നെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഇത് കോഴിക്കോട് സോണിൽ മരിയൻ പിന്നണി പോരാളികൾ എന്ന് പറയുന്ന ഒരു സമൂഹം, 2000-ലധികം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയിട്ട് 6-7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവരിലൂടെ വലിയ കാര്യങ്ങൾ പലപ്പോഴും ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു ബാങ്കായിട്ട് അവരുടെ സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും പ്രവൃത്തികളും അധ്വാനങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ നിക്ഷേപത്തിൽ നിന്ന് പലർക്കും ഇന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണാനായിട്ട് പറ്റുകയാണ്. മെഡിക്കൽ കോളേജിൽ വലിയ സീരിയസായി കിടന്ന പലരും അവരുടെ പ്രാർത്ഥന കൊണ്ട് എഴുന്നേറ്റ് പോയ സംഭവങ്ങളുണ്ടാകുന്നു. അനേകം പേരുടെ ജീവിതങ്ങൾ സൗഖ്യപ്പെടുന്നു. മാനസാന്തരപ്പെട്ട അനുഭവങ്ങളും സംഭവങ്ങളും ഇന്ന് പലയിടത്തും പലപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയോ അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വലിയ കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുവെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇതിപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായിട്ട് വെറുതെ കളയാൻ ഇനി സമയമില്ല. നമുക്ക് ആർക്കും വെറുതെ കളയാനായിട്ട് സമയമില്ല. അലസതയോടെ ഇരിക്കാനായിട്ട് സമയമില്ല. ഏത് സമയവും പ്രാർത്ഥനയുടേതാക്കി രൂപാന്തരപ്പെടുത്തുക. ഇത് മുഴുവൻ ഈശോയുടെ സ്നേഹത്തെ പ്രതി മധ്യസ്ഥമാക്കി മാറ്റുക. അങ്ങനെ വലിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കാനായിട്ട് അനുവദിക്കുക. ലോകത്തിലെ തിന്മയ്ക്കെതിരെ വലിയൊരു പോരാട്ടമായിട്ട് മാറാനായിട്ട് നമുക്കോരോരുത്തർക്കും കഴിയുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ലോകത്ത് നന്മയുടെ വലിയ നന്മകൾ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത് നമ്മുടെ ജീവിതം കൊണ്ട് തിന്മയെ പരാജയപ്പെടുത്താൻ, അതുപോലെ തന്നെ അനേകം പേരുടെ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ രക്ഷ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹനവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അധ്വാനവും കാരണമാകുമ്പോൾ കൊന്തയെല്ലാം കഴിയുന്നവർക്ക്, കരുണക്കൊന്തയെല്ലാം കഴിയുന്നവർക്ക് കുരിശിൻ്റെ വഴി എത്തിക്കാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ അനവധി വഴികളിലൂടെ നിരന്തരം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് സമർപ്പിക്കാൻ പറ്റുന്നവരെ, ആരാധനയിൽ പോയിരുന്ന് ആരാധന നടത്തുന്നവരെ അനേകം പേരുണ്ട്. അവർക്കെല്ലാം ഒന്നിച്ചു വരികയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ വലിയ നന്മ പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ ഈ പ്രാർത്ഥനകളെല്ലാം സമാഹരിച്ച് ഒന്നിച്ച് സമർപ്പിക്കുമ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് ഈശോയുടെ യോഗ്യതയും ലോകമെങ്ങും അർക്കപ്പെടുന്ന ദീപികളുടെ യോഗ്യതയും കൂടി കൂടിച്ചേരുമ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയൊരു പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും എല്ലാ സമയത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.